ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവില് ഷാനവാസ്, ആദില, നൂറ, പിന്നെ അനീഷ് ഇവരൊക്കെ ആ ഒരു ഊഞ്ഞാലിന്റെ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഇവര് പല കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് ഈ ടാസ്കിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നത് ഈ 40 വയസ്സിന് താഴെയുള്ള 30 വയസ്സിന് താഴോട്ടുള്ളവർക്ക് പറ്റുള്ളൂ, അങ്ങനെയുള്ള ആ രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ രക്തയോട്ടം ഉണ്ടാവുന്ന സമയമാണെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഫുട്ബോളേഴ്സിന്റെ കരിയേഴ്സ് എല്ലാം 30 വയസ്സ് വരെ ഉള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും ഇരുന്ന് പറയുന്നുണ്ട്. ആദില നൂറ് അതിന് ശരി വെച്ചതുപോലെ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ആദില പറയുന്നു 5 മണിയായി, ചോറൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഈ ശുംഭന്മാരല്ലേ കിച്ചണില് ഈ ആഴ്ച എന്ന് പറയുന്നുണ്ട്. ക്യാപ്റ്റന്മാരാണല്ലോ 3 പേര് ക്യാപ്റ്റൻസ് ആയിട്ടുള്ള ആര്യൻ, അക്ബർ, പിന്നെ നെവിൻ, ഇവരാണ് കിച്ചൺ ടീം ഏറ്റെടുത്തിരിക്കുന്നത്. കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത് ഇവര് 3 പേരുമാണ്. അപ്പൊ ഇവര് സമയത്തിന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് ആദില പറയുന്നത്. അപ്പൊ അനീഷ് അവരെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആദിലേനെയും നൂറേനെയും പിടിച്ച് കിച്ചണിലേക്ക് ഇട്ടാൽ, അനുമോൾ ഇല്ലാതെ പിടിച്ച് കിച്ചണിലേക്ക് ഇട്ടാൽ നിങ്ങൾ സമയത്തിന് ഫുഡ് ഉണ്ടാക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ നൂറ പറയുന്നുണ്ട് ഞാൻ നല്ലപോലെ ഫുഡൊക്കെ ഉണ്ടാക്കും, പക്ഷെ ഇത്രയും പേർക്ക് ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ലാത്തതാണെന്നുള്ള രീതിയിലൊക്കെ നൂറ പറയുന്നുണ്ട്. പിന്നെ ആദില വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ അനീഷിനെ. അനീഷേട്ടൻ ഒന്നുകൂടെ ക്യാപ്റ്റനായിട്ട് ഞങ്ങളെ കിച്ചൺ ടീമിലിടും, ഞങ്ങളെ രണ്ടുപേരെ ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് ക്യാപ്റ്റൻ ആയിട്ടില്ലല്ലോ. അപ്പോൾ ആദില പറയുന്നുണ്ട് ആദ്യത്തെ ആഴ്ച ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും ഇവർ ഈ ഒരു ഡിസ്കഷൻ കേട്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട് എല്ലാവർക്കും. ഈ 9 പേർക്കും സ്ട്രെസ് ഉണ്ട്. സമയത്തിന് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല ഇവർ ഈ 2-3 ദിവസമായിട്ട്. ഇന്നലെ ആണെങ്കിലും ഇത് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ തന്നെയാണ് കണ്ടത്. കുറെ സമയമായി ഇവർ ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും. വൈകുന്നേരം ആ ഒരു ടാസ്കിനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. അപ്പം പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം എന്ന പോലെ ഞാൻ പറയുകയാണ്, ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട് പറയുക. ബിഗ് ബോസിന്റെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.